Dear my students, welcome to English class. Today, we are moving through a poem, The Ballad of Father Gilligan, the third part, by W.B. Yeats. കഴിഞ്ഞ രണ്ട് ഭാഗങ്ങളിലായിട്ട് നമ്മൾ പഠിച്ചു. Who is Father Gilligan? He is a priest. His full name is Peter Gilligan. And what is the critical condition? He is leading his parish. ഇടവക നിയന്ത്രിക്കുന്ന ആളാണ്. And in his parish, most of his people, they are dying. മിക്കവാറും ജനം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. Some of them are dead and gone under the green sword. മരിച്ചു മണ്ണടിഞ്ഞു. And some of them are in sick bed. പലരും കിടക്കയിലാണ്, രോഗക്കിടക്കയിൽ. And he is the only priest, only the religious, he is only the religious person to do the last service. അന്ത്യകൂദാശ നടത്താനുള്ള ഒരേ വ്യക്തി. And he served day and night. രാവും പകലും അദ്ദേഹം ജോലി ചെയ്തു. He got tired. ക്ഷീണിതനായിപ്പോയി. And one evening he felt sleepy. ഒരു സന്ധ്യാനേരം ഉറങ്ങിപ്പോയി. upon his chair, കസാരയിൽ കിടന്നിട്ട്. And at that time there came a man to call him to his own house. സ്വന്തം വീട്ടിലേക്ക് ബന്ധുവിനെ ശുശ്രൂഷിക്കാൻ ഈ പുരോഹിതനെ വിളിക്കാൻ വന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഹി കുഡിൻറ്റ് ഗോ. നിർഭാഗ്യവശാൽ പോകാൻ കഴിഞ്ഞില്ല. ആൻഡ് ദ മോത്തവർ ഡിസപ്പിയേർഡ്. ദ ഡാർക്ക്നെസ് കെയിം. സന്ധ്യ അപ്രത്യക്ഷമായി. രാത്രി വന്നു. ദ സ്റ്റാർസ് ദേ ബിഗാൻ ടു പീപ്പ് ഓൺ ദ എർത്ത്. ഭൂമിയിലേക്ക് അവ തുറച്ചു നോക്കി. ആൻഡ് ദ നൈറ്റ് ഹാസ് ഓൾസോ ഗോൺ. രാത്രിയും പോയി കഴിഞ്ഞു. നൗ ഇറ്റ് ഈസ് ദ മോർണിംഗ്, ഡാൺ, ഏർലി മോർണിംഗ്. ഇപ്പോഴ് പ്രഭാതമാണ്. ആൻഡ് ഹി വോക്ക് അപ്പ് ഫ്രം ദർ. അവിടെ നിന്ന് ഉണർന്നെഴുന്നേറ്റു. ആൻഡ് ഹി റിമെമ്പേർഡ് വാട്ട് ഹാപ്പൻ ദ പ്രീവിയസ് ഈവനിങ്. കഴിഞ്ഞ വൈകുന്നേരം സംഭവിച്ചത്. pitiable condition. And he felt so sad. വളരെ ദുഃഖം തോന്നി. He felt he is the sinner. അദ്ദേഹത്തിന് തോന്നി താൻ മഹാപാവിയാണെന്ന്. And he is starting to that house to inquire what happened there. കുറ്റം ചെയ്തെങ്കിലും he, the innocent person, നിഷ്കളങ്കനായ ആ മനുഷ്യൻ, went to that dying man's house. ആ മരിക്കുന്ന മനുഷ്യൻ്റെ വീട്ടിലേക്ക് അദ്ദേഹം ചെല്ലുകയാണ്. ഓൺ ദ ബാക്ക് ഓഫ് ഹിസ് ഹോഴ്സ്. കുതിരപ്പുറത്ത്. Let us watch. He reached in front of that house. ആ വീടിൻ്റെ മുന്നിലെത്തി. And there his wife, the dead man's wife or the dying man's wife, മരിക്കുന്ന മനുഷ്യൻ, അയാൾക്കറിയില്ല, നമുക്കറിയില്ല മരിച്ചോന്ന്. ആ മനുഷ്യൻ്റെ ഭാര്യ വാതിൽ തുറക്കുകയാണ്. കണ്ടോളൂ. ആൻഡ് ഈസ് ദ പൂർ മാൻ ഡെഡ്? ഹി ക്രൈഡ് വിത്ത് പെയിൻ. സങ്കടത്തോടെ ചോദിക്കുകയാണ് നമ്മുടെ പീറ്റർ ഗില്ലിഗൻ. ഈസ് ദ പൂർ മാൻ ഡെഡ്? ആ സാധു മനുഷ്യൻ അന്തരിച്ചുവോ? He died an hour ago. Who's replying? The dead man's wife's reply. അന്തരിച്ച മനുഷ്യൻ്റെ ഭാര്യ പറയാണ്. He died. അദ്ദേഹം അന്തരിച്ചല്ലോ. An hour ago. ഒരു മണിക്കൂർ മുൻപേ. മറ്റൊരു കാര്യം, കഴിഞ്ഞ സ്റ്റാൻസ, ദ ലാസ്റ്റ് സ്റ്റാൻസ, ദ പ്രീവിയസ് സ്റ്റാൻസ വി ഹാവ് ടു റിമെമ്പർ. എന്തായിരുന്നു ആ ഭാര്യ ചോദിച്ചത്? പ്രീസ്റ്റ്, ഫാദർ, യു കം അഗെയിൻ. പുരോഹിത, അങ്ങ് വീണ്ടും വന്നുവോ?
ഇതായിരുന്നു ചോദിച്ചത്. അതിൻ്റെ കണക്ഷനാണ്, കണ്ടിന്യൂറ്റിയാണ്. ഹി ഡൈഡ് an hour ago. പുരോഹിത, എൻ്റെ ഭർത്താവ് 1 മണിക്കൂർ മുന്നേ അന്തരിച്ചില്ലേ? ചോദ്യം ചോദിച്ചത്, ആദ്യത്തെ ചോദ്യം പ്രീസ്റ്റാണ്. ആൻഡ് ഈസ് ദ പൂർ മാൻ ഡെഡ്? ഹി ക്രൈഡ്. പരീക്ഷ ചോദിക്കും, ഹൂ ക്രൈഡ്? ഹൂ ഡിഡ് ആസ്ക് ദിസ്? ഫാദർ ഗില്ലിഗൻ, പീറ്റർ ഗില്ലിഗൻ. ടു ഹൂം? ആരോടാണ് ചോദിച്ചത്? ടു ദി വൈഫ് ഓഫ് ദ ഡൈയിങ് മാൻ ഓർ ദ ഡെഡ് മാൻ. ഇനി മറുപടി ആരുടെ നോക്കാം. ഹി ഡൈഡ് an hour ago. ഹൂ ഡൈഡ്? ദ പേഷ്യൻറ്റ്, ഹർ ഹസ്ബൻഡ്. പേഷ്യൻ്റ് എന്ന് പറയേണ്ട, ഹർ ഹസ്ബൻഡ് ഡൈഡ് 1 hour ago. ഹൂ റിപ്ലൈഡ്? ദ വൈഫ് റിപ്ലൈഡ്. ഭാര്യ മറുപടി പറഞ്ഞു. ദ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ ഇൻ ഗ്രീഫ്. ദ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ ഇൻ ഗ്രീഫ്. ഗ്രീവ് വെബാണ്, ഫീൽ സാഡ്, ദുഃഖിക്കുക. ഗ്രീഫ് നൗണാണ്, സോറോ, ദുഃഖം. ദുഃഖിച്ചു പോയി, കടുത്ത ദുഃഖം. വൈ? ബിക്കോസ് ഹീ കുഡിൻറ്റ് ഡു ദ ലാസ്റ്റ് സർവീസ് ടു ദാറ്റ് പുവർ മാൻ. ആ മനുഷ്യന് അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ല. ദ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ ഇൻ ഗ്രീഫ് swayed, move like this, ആടി ഉലഞ്ഞു പോവുക. ഓർ ലൈക്ക് ദിസ്, ദാറ്റ് ഈസ് സ്വേ, മൂവ് ബാക്ക്വേർഡ് ഫ്രണ്ട്വേർഡ്, ഓർ ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, ഇടത്തോട്ടോ വലത്തോട്ടോ അല്ലെങ്കിൽ മുന്നോട്ടോ പിറകോട്ടോ നിൽപ്പിൽ നിന്നും ആടി ഉലഞ്ഞു പോവുക. ദാറ്റ് മീൻസ് സ്റ്റാർട്ടഡ്, ഞെട്ടിപ്പോയ മനുഷ്യൻ മരിച്ചു എന്ന് കേട്ടപ്പോൾ. ഇൻ ഗ്രീഫ് സ്വേഡ്, ടു ആൻഡ് ഫ്രോ, മുന്നോട്ടും പിറകോട്ടും ഇവിടെ പറഞ്ഞ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്ന് ഇവിടെ പറഞ്ഞില്ല, അതിനും പറയാം സ്വേ എന്ന്. ടു ആൻഡ് ഫ്രോ, അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലഞ്ഞു പോയി. ഇറ്റ് വാസ് അൺബെയറബിൾ ടു ദാറ്റ് പുവർ പ്രീസ്റ്റ്. ഇറ്റ് വാസ് അൺബെയറബിൾ ടു ദാറ്റ് ഇന്നസെൻറ്റ് പ്രീസ്റ്റ്. ഇറ്റ് വാസ് അൺബെയറബിൾ ടു ദാറ്റ് ഗോഡ് ലൈക്ക്, ഏഞ്ചൽ ലൈക്ക് പ്രീസ്റ്റ്. മാലാഖയെപ്പോലുള്ള, ദൈവത്തെപ്പോലുള്ള സെൽഫ് സർവീസ് ചെയ്യുന്ന ആ മനുഷ്യന് അത് അസഹനീയമായിരുന്നു. സോ സാഡ് ഹി ബിക്കെയിം. അത്രത്തോളം അദ്ദേഹം ദുഃഖിതനായി. നെക്സ്റ്റ് സ്റ്റാൻസ. വെൻ യു ആർ ഗോൺ ഹി ടേൺഡ് ആൻഡ് ഡൈഡ്. സർപ്രൈസിങ്. പുരോഹിത, അങ്ങ് പോയപ്പോൾ, അങ്ങ് അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്തു പോയപ്പോൾ, ആഫ്റ്റർ ദാറ്റ്, ഓൺലി ആഫ്റ്റർ ദാറ്റ്, or receiving the last service from your feet, അങ്ങയുടെ പാദത്തിൽ നിന്ന്, അങ്ങയിൽ നിന്ന് അന്ത്യകർമ്മങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ടാണല്ലോ. as merry as a bird, സന്തോഷവാനായ ഒരു പക്ഷി പറന്നു പോകും പോലെ എൻ്റെ ഭർത്താവിൻ്റെ ആത്മാവ് സ്വർഗലോകത്തേക്ക് പോയത്. അതാണ് ചോദിച്ചത്. ഹി ഹാഡിൻറ്റ് കം ദർ. അദ്ദേഹം അവിടെ വന്നിരുന്നില്ല. ബട്ട് ദ ഡെഡ് മാൻസ് വൈഫ് സേസ്. പക്ഷേ മരിച്ച മനുഷ്യൻ്റെ ഭാര്യ പറയുന്നു, യു ഹാവ് കം ഹിയർ. അങ്ങല്ലേ ഇവിടെ വന്നത്. ആൻഡ് യു ഹാവ് ഡൺ ഓൾ ദ സർവീസസ് ടു ദിസ് മാൻ, മൈ ഹസ്ബൻഡ്. എൻ്റെ ഭർത്താവിന് എല്ലാ സേവനവും അങ്ങല്ലേ ചെയ്തത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ്, comfortably, peacefully, he left this world. He passed away from this world. Listen, when you were gone, went gone. When you were gone, he turned and died. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ കണ്ടോളൂ. When you were gone, who is this you? Peter Gilligan. When you were gone, he turned and died. Who is this he? Her husband. Her husband. He turned and died. അദ്ദേഹം ഒന്ന് തിരിഞ്ഞു കടന്നു, മരിച്ചു. എങ്ങനെ മരിച്ചു? As merry as a bird. Merry means happy. As merry as a bird. A bird flies after eating fruits. ഭക്ഷണമൊക്കെ കഴിച്ച്, പഴങ്ങളൊക്കെ കഴിച്ച് സന്തോഷത്തോടു കൂടി ഒരു പക്ഷി പറന്നു പോകും പോലെ അങ്ങയുടെ അന്ത്യകൂദാശകൾ ഏറ്റുവാങ്ങിയതിന് ശേഷം എൻ്റെ ഭർത്താവ് സ്വർഗത്തിലേക്ക് പോയി. ആസ് എ ബേർഡ് ഐ ആം ഓൾസോ ഹാപ്പി. എനിക്കും സന്തോഷമുണ്ട്. വെൻ യു ആർ ഗോൺ
he turned and died as merry as a bird. The old priest Peter Gilligan, the old priest Gilligan, ഇത് കേട്ടിട്ട് നമ്മുടെ പുരോഹിതൻ he knelt him. Who knelt to whom? He, Peter Gilligan, knelt, മുട്ടുകുത്തി. ആരുടെ മുന്നിൽ മുട്ടുകുത്തി? ഹിം, ഗോഡ്, ജീസസ് ക്രൈസ്റ്റ്. ആ ഹിം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്, പുരോഹിതൻ്റെ ദൈവമാണ്. He knelt to him at that word. When the dead man's wife said so, അപ്രകാരം പറഞ്ഞപ്പോൾ, you came here, you have done all the works satisfactorily, തൃപ്തികരമായിട്ട് അങ്ങ് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. ആൻഡ് ഹീ ഫെൽറ്റ് കംഫേർട്ട് അറ്റ് ഡൈയിങ് ടൈം, മരിക്കുന്ന സമയത്തും എൻ്റെ ഭർത്താവിന് ആശ്വാസം തോന്നി. ആൻഡ് വി ആർ ഷുവർ ദാറ്റ് ഹി ഹാസ് ഗോൺ ടു ദി ഹെവൻ, ഞങ്ങൾക്ക് ഉറപ്പാണ് അദ്ദേഹം സ്വർഗത്തിലേക്കാണ് പോയതെന്ന്. ആൻഡ് യു ആർ ദ റീസണർ ഫോർ ഇറ്റ്, അങ്ങാണ് അതിന് കാരണക്കാരൻ. യു കെയിം അറ്റ് ദ പ്രോപ്പർ ടൈം, യഥാർത്ഥ സമയത്ത് അങ്ങ് ഇവിടെ എത്തി. ഈസ് ഇറ്റ് ഫാക്ട്? ഇതൊരു സത്യമാണോ? ഹൗ ഇറ്റ് ഹാപ്പൻഡ്? പിന്നെങ്ങനെ സംഭവിച്ചു? നോക്കാം. ആരെയാണ് മുട്ടുകുത്തിയത്? പീറ്റർ ഗില്ലിഗൻ, ദ ഗ്രേറ്റ് പ്രീസ്റ്റ്. ആരുടെ മുന്നിലാണ് മുട്ടുകുത്തിയത്? ഇൻ ഫ്രണ്ട് ഓഫ് ഹിം, ദൈവത്തിൻ്റെ മുന്നിൽ. ഹു ഈസ് ദാറ്റ്? ഹി, ജീസസ് ക്രൈസ്റ്റ്. അങ്ങനെ പറയാൻ കാരണം എന്ത്? മാഷ അങ്ങനെ പറയാൻ കാരണം എന്ത്? ഇവിടെ പറഞ്ഞിരിക്കുന്ന റെഫറൻസ് അങ്ങനെയാണ് റെഫറൻസ് പറഞ്ഞിരിക്കുന്നത്. ഇനി നോക്കുക, യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞ ഭാഗങ്ങൾ നോക്കുക. ഹി ഹു ഹാത്ത് മെയ്ഡ് ദ നൈറ്റ് ഓഫ് സ്റ്റാർസ്. He who hath made, has the archaic form, പഴയകാല പ്രയോഗം hath. ആരാണോ ഈ നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചത്, ആരാണോ ഈ പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങൾക്ക് രൂപം കൊടുത്തത്, അതിനെ നയിക്കുന്നത്, നിയന്ത്രിക്കുന്നത്, ആരാണോ ഈ പ്രപഞ്ചത്തെ, അതായത് ഈ യൂണിവേഴ്സിനെ, ഈ കാറ്റിനെ, മഴയെ, വെയിലിനെ, പ്രകൃതിയെ നിയന്ത്രിക്കുന്നത് അവൻ എങ്ങനെയാണ് ഇവിടെ പറഞ്ഞു നോക്കുക? ഹി ഹു ഹാത്ത് മെയ്ഡ് ദ നൈറ്റ് ഓഫ് സ്റ്റാർസ്, തിളങ്ങുന്ന ആ നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചവൻ. ഫോർ സോൾസ് ഹൂ ടയർ ആൻഡ് ബ്ലീഡ്, അവനിവിടെ വന്നു ഭൂമിയിൽ. ഹി കെയിം ഹിയർ. ഫോർ ഹൂം, ആർക്ക് വേണ്ടി വന്നു? നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു ഒരിക്കൽ. എപ്പോഴും വന്നു? ആർക്ക് വേണ്ടി വന്നു? പറയുന്നു, മതഗ്രന്ഥങ്ങൾ പറയുന്നു, 2000 വർഷങ്ങൾക്ക് മുൻപ് യേശുക്രിസ്തു ഭൂമിയിൽ ജനിച്ചു. ആർക്കു വേണ്ടിയിട്ട്? ഫോർ സോൾസ് ഹു ടയർ, ക്ഷീണിക്കുക. ദാറ്റ് ഈസ് ടയേർഡ്, ക്ഷീണിച്ച്. എല്ലാവർക്കും ടയേർഡ് എന്ന് കേട്ടാൽ അറിയാം, പക്ഷെ ടയർ എന്ന വാക്ക്, ഇറ്റ് ഈസ് നോട്ട് TYRE, അത് ടയർ. ഇറ്റ് ഈസ് TIRE, ടയർ. TIRE, ടയർ. ഫീൽ വീക്ക്. കണ്ടോ? ദാറ്റ് ഈസ് ടയേർഡ്. ക്ഷീണിതർക്ക് വേണ്ടി, നിന്ദിതർക്ക് വേണ്ടി, പീഡിതർക്ക് വേണ്ടി, ടോർച്ചേർഡ്, ബ്ലെയിംഡ്, ടയേർഡ് ഗ്രൂപ്പിന് വേണ്ടി. അപ്പോൾ ഭൂമിയിൽ നിന്ദിതർക്കും പീഡിതർക്കും വേണ്ടി ജനിച്ചവൻ. ഹീ ഈസ് ദാറ്റ് മാൻ ഓഫ് ലവ്, ദ ഗോഡ് ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ പ്രതീകമായ യേശു ക്രിസ്തു. ഫോർ സോൾസ് ഹു ടയർ ആൻഡ് ബ്ലീഡ്, ജന്മിയുടെ, മുതലാളിയുടെ, മേലാളൻ്റെ അടികൊണ്ട്, വെട്ടുകൊണ്ട്, ചവിട്ടുകൊണ്ട് തളർന്നവൻ, ക്ഷീണിച്ചവൻ, പ്രഹരമേറ്റ് രക്തമൊഴുക്കുന്നവൻ, അവനു വേണ്ടി. ഫോർ ദ പൂവർ സോൾ, പാവപ്പെട്ടവന് വേണ്ടി. ഹീ കെയിം ഹിയർ, അവൻ ഇവിടെ ഈ ഭൂമിയിൽ വന്നു. ഫോർ സോൾസ് ഹു ടയർ ആൻഡ് ബ്ലീഡ് സെൻഡ് വൺ ഓഫ് ദിസ് ഏഞ്ചൽസ്. അവനാണ് അന്ന് മനുഷ്യന് വേണ്ടി, കഷ്ടപ്പെടുന്നവന് വേണ്ടി, നിന്ദിക്കപ്പെടുന്നവന് വേണ്ടി
നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടും നിന്ദിക്കപ്പെടുന്നവന് വേണ്ടി, അവന് വേണ്ടി മുൻപ് അവൻ ഭൂമിയിൽ വന്നു. ഇന്നിതാ അവൻ a God sent one of these great angels down. ഇന്ന് അവൻ അവൻ്റെ സ്വർഗസ്ഥരായ മാലാഖമാരിൽ ഒരാളെ ഭൂമിയിലേക്ക് അയച്ചു. ഫോർ ദിസ് ഇന്നസെൻ്റ് പേഴ്സൺ, ഈ നിഷ്കളങ്കനായ മനുഷ്യൻ അപമാനിക്കപ്പെടാതിരിക്കാൻ വേണ്ടി. Unless he would be blamed, ഇല്ലെങ്കിൽ ആ മനുഷ്യൻ അപമാനിക്കപ്പെടും. That great person, ആ മഹത് വ്യക്തി would be blamed, കുറ്റം ആരോപിക്കപ്പെടും. And others would call him a sinner. എന്തിന്? അദ്ദേഹത്തിന് തന്നെ തോന്നിപ്പോയി താനൊരു പാപിയല്ലേ എന്ന്. അത് മറ്റുള്ളവർ പറയും, ദുഷ്ടനാണെന്ന്, പാപിയാണെന്ന്. And it was the duty of the God to save his creation. തൻ്റെ ഓമനയായ സൃഷ്ടിയെ രക്ഷപ്പെടുത്തുക അല്ലെങ്കിൽ സംരക്ഷിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ കർത്തവ്യമാണ്. അതുകൊണ്ടാണ് ജീസസ് ക്രൈസ്റ്റ് സെൻഡ് വൺ ഓഫ് ഹിസ് ഏഞ്ചൽസ് ടു ദിസ് എർത്ത് ഇൻ ദ ഷേപ്പ് ഓഫ് പീറ്റർ ഗില്ലിഗൻ. ആരുടെ രൂപത്തിൽ? പീറ്റർ ഗില്ലിഗൻ്റെ രൂപത്തിൽ. While he was sleeping upon the chair, തൻ്റെ കസാരയിൽ കിടന്ന് ഉറങ്ങിപ്പോയപ്പോൾ, when he was unable to come there, അവിടെ വരാൻ അസാധ്യമായിരുന്നപ്പോൾ, when he was so weak and sleepy, ഉറക്കം തൂങ്ങിപ്പോയപ്പോൾ, ക്ഷീണിതനായിപ്പോയപ്പോൾ, that great God, ആ അത്യുന്നതങ്ങളിലിരിക്കുന്ന ദൈവം, he sent his angel, തൻ്റെ മാലാഖയെ ഭൂമിയിലേക്ക് അയച്ചു. നോട്ട് ഇൻ ദ റിയൽ ഷേപ്പ് ഓഫ് ഏഞ്ചൽ, മാലാഖയുടെ രൂപത്തിലല്ല, മനുഷ്യമാലാഖയുടെ രൂപത്തിൽ. ദാറ്റ് ഈസ് പീറ്റർ ഗില്ലിഗൻ, ഫാദർ ഗില്ലിഗൻ്റെ രൂപത്തിലാണ് അയച്ചു കൊടുത്തത്. സെൻഡ് വൺ ഓഫ് ദിസ് ഗ്രേറ്റ് ഏഞ്ചൽസ് ഡൗൺ ടു ഹെൽപ്പ് മീ. പീറ്റർ ഗില്ലിഗന് മനസ്സിലായി, ദൈവമാണ് എന്നെ രക്ഷിച്ചത്. അപമാനത്തിൽ നിന്നും സങ്കടത്തിൽ നിന്നും അതിൻ്റെ ആ പടുകുഴിയിൽ നിന്നും ആ പാപത്തിൻ്റെ നരകത്തിൽ നിന്നും ഹീ സേവ്ഡ് മീ, എന്നെ രക്ഷിച്ചു. ഓ മൈ ഗോഡ്, എൻ്റെ ദൈവമേ. ഹീ നെറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോഡ്, അദ്ദേഹം ദൈവത്തിൻ്റെ മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. യെസ്, ഹീ ഹു ഹാത്ത് മെയ്ഡ് ദ നൈറ്റ് ഓഫ് സ്റ്റാർസ് ഫോർ സോൾസ് ഹു ടയർ ആൻഡ് ബ്ലീഡ്, സെൻഡ് വൺ ഓഫ് ദിസ് ഗ്രേറ്റ് ഏഞ്ചൽസ് ഡൗൺ to help me in my need. എനിക്ക് ഏറ്റവും ആവശ്യം വന്നപ്പോൾ, in my needy time, unless I would be blamed, കുറ്റപ്പെടുത്തപ്പെടുമായിരുന്നു. ആ സമയത്ത് സർവശക്തനായ ദൈവം, that almighty, ആ സർവശക്തൻ, that eternal power, ആ അനന്തമായ ശക്തി, he knew me, he realized my grief, അദ്ദേഹം എന്നെ തിരിച്ചറിഞ്ഞു, എൻ്റെ സങ്കടം മനസ്സിലാക്കി. he sent one of his angels to this world to do the last service to that dying man. ആ മരിക്കുന്ന മനുഷ്യന് അന്ത്യകൂദാശ ചെയ്യാനായിട്ട് പീറ്റർ ഗില്ലിഗൻ്റെ രൂപത്തിൽ മാലാഖ തന്നെ ഭൂമിയിൽ അവതരിച്ചു. അഥവാ God sent his angels to this earth. Okay? He who is wrapped in purple robe, that's why we can realize that he is Jesus Christ. ആരാണ് പർപ്പിൾ റോബിൽ പൊതിഞ്ഞവൻ? പർപ്പിൾ റോബ്, രക്തം ഒഴുകി കട്ട പിടിച്ച് കറുത്ത്, ആ കളറാണ് കണ്ടോ, പേർപ്പിൾ. ബ്ലഡ് റെഡ് ആൻഡ് ബ്ലാക്ക്, റെഡ് ആൻഡ് ബ്ലാക്ക്, രക്തം കട്ട പിടിച്ച് ഉണങ്ങിയാൽ ഉണ്ടാകുന്ന നിറം. അത് യേശുക്രിസ്തുവിൻ്റെ വസ്ത്രത്തിന്, ആ ഒറ്റ തുണിക്ക്, അദ്ദേഹം അരയിൽ ചുറ്റിയിരുന്ന ആ തുണി അന്ന് ശുഭ്രവസ്ത്രം എന്തായി മാറി? പർപ്പിൾ കളേർഡായി മാറി. ആ മുൾക്കിരീടത്തിൽ നിന്ന് ഒലിച്ചിറങ്ങിയ രക്തം, മുള്ളാണികളിൽ നിന്ന് ഒലിച്ചിറങ്ങിയ രക്തം, അതുകൊണ്ട് പർപ്പിൾ വസ്ത്രം ധരിച്ചവൻ. ഹി ഹു ഈസ് റാപ്ഡ് ഇൻ പർപ്പിൾ റോബ്. റോബ് മീൻസ് ഡ്രസ്, cloth, R-O-B, robe means cloth. So the color of Jesus Christ, the cloth of the Jesus Christ, its color is purple. How can we define it? Blood red, that is dyed, became black. അങ്ങനെ
രക്തച്ചവിയാർന്ന കറുപ്പ് നിറമുള്ള ആ വസ്ത്രം ധരിച്ചവൻ. He who is wrapped means covered in purple robe with the planets in his care. He is superior even to the planets. ഗ്രഹങ്ങളെപ്പോലും നയിക്കുന്നവൻ, സർവശക്തൻ, പ്രപഞ്ചത്തിൻ്റെ ശക്തിയായവൻ, നാഥനായവൻ, with the planets in his care, had pity on the last of things. അവന് കാരുണ്യം തോന്നി. പിറ്റി, പിറ്റി, സിമ്പതി, പിറ്റി, PITY, പിറ്റി, കൈൻഡ്നസ്, KINDNESS. He felt kindness towards me. അവൻ എന്നോട് ദയ തോന്നി. പിറ്റി ഓൺ ദി ലിസ്റ്റ് ഓഫ് തിങ്സ്. ആരാണത്? Asleep upon chair. ആ കസാരയിൽ കിടന്ന് ഉറങ്ങിപ്പോയ നിസ്സാര ജീവിയോട്, നിസ്സാര മനുഷ്യനോട്, കോടാനുകോടി മനുഷ്യരിൽ ഒന്നായ ഫാദർ ഗില്ലിഗനോട് ദൈവത്തിന് കാരുണ്യം തോന്നി. Why? Because he is such a great man. He is such a good man. He is such a great soul. ഭൂമിയിൽ പിറന്ന മാലാഖയാണ് പീറ്റർ ഗില്ലിഗൻ. സെൽഫ്ലെസ് സർവീസ്, നിസ്വാർത്ഥ സേവനം, നോട്ട് ഫോർ എനിത്തിങ്, ഒന്നിനും വേണ്ടിയല്ലാതെ. serve others. That service is to the God. ആ സേവനം ദൈവത്തിനാണ്. പാവപ്പെട്ടവന് കൊടുക്കുന്ന സേവനം ദൈവത്തിനാണ്. That's why the great God realized him and he sent one of his angels to this earth to save this poor man from sorrow. ഇല്ലെങ്കിൽ നെഞ്ചു പൊട്ടി മരിച്ചു പോകുമായിരുന്നു. ഇല്ലെങ്കിൽ നെഞ്ചു പൊട്ടി ആ മനുഷ്യൻ മരിച്ചു പോകുമായിരുന്നു. അതർവൈസ് he would become a sinner and people will address him like that. അല്ലെങ്കിൽ പാപി എന്ന് അദ്ദേഹത്തെ മറ്റുള്ളവർ മുദ്ര കുത്തുമായിരുന്നു. And it is the duty of the God, it is the duty of the Father to save the Son. ഒരു പിതാവിൻ്റെ ധർമ്മമാണ് മകനെ സംരക്ഷിക്കുക എന്നുള്ളത്. ഇവിടെ ദൈവമാണ് പിതാവ്. ഇവിടെ ഈ പീറ്റർ ഗില്ലിഗൻ അദ്ദേഹത്തിൻ്റെ സന്തതി മാത്രമാണ്. അതുകൊണ്ട് തൻ്റെ നല്ലവനായ സന്തതിയെ സംരക്ഷിക്കാൻ ദൈവം ഭൂമിയിലേക്കൊരു മാലാഖയെ അയച്ചു കൊടുത്തു. We are going to conclude it once again. He who is wrapped in purple robe, you know, it is Jesus Christ with the planets in his care. അദ്ദേഹമാണ് ആ സർവശക്തനാണ്, ഗ്രഹങ്ങളെപ്പോലും നിയന്ത്രിക്കുന്നത്. He had pity on the list of things. അദ്ദേഹത്തിന് ഈ നിസ്സാരനായ എന്നോട് ഇത്രയും കാരുണ്യം തോന്നി. ആരോട്? asleep upon chair. കസാരയിൽ കിടന്ന് ഉറങ്ങിപ്പോയ ഈ നിസ്സാര മനുഷ്യനോട് അദ്ദേഹത്തിന് കാരുണ്യം തോന്നി. How careful God is. How careful the God is. എത്ര ശ്രദ്ധാലുവാണ് ദൈവം. തൻ്റെ ഒരു സൃഷ്ടിയെ അപമാനത്തിൽ നിന്ന് അദ്ദേഹം രക്ഷിച്ചു. അതിന് അദ്ദേഹം മുൻകൈയെടുത്തു. That means he sent one of his angels in the same shape of, in the same figure of this Peter Gilligan. That's why the lady said, അതുകൊണ്ടാണ് ആ സ്ത്രീ ചോദിച്ചത്, പുരോഹിത താങ്കൾ വീണ്ടും വന്നുവോ എന്ന്. That means angel appeared in front of that woman, in front of that family members in the shape of this പീറ്റർ ഗില്ലിഗൻ. പീറ്റർ ഗില്ലിഗൻ്റെ രൂപത്തിലാണ് മാലാഖ ആ വീട്ടിൽ, ആ സ്ത്രീയുടെ മുന്നിൽ, ആ വീട്ടുകാരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതും ആ മരിക്കുന്ന മനുഷ്യനെ അന്ത്യകൂദാശ നൽകി സ്വർഗത്തിലേക്ക് അയച്ചതും. സച്ച് എ ഗ്രേറ്റ് ഡീഡ്. അത്തരം ഒരു മഹത് പ്രവൃത്തിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വാട്ട്സ് ദ മീനിങ് ഓഫ് ഇറ്റ്? എന്താണ് ഇതിൻ്റെ അർത്ഥം? ഈ പാഠത്തിൻ്റെ സന്ദേശം എന്താണ്? വൺ ഹൂ ഡസ് ഗുഡ് തിങ്സ് വിൽ ബി സേവ്ഡ് ബൈ ദ ഗോഡ്. ആര് സൽക്കർമ്മം ചെയ്യുന്നുവോ അവൻ ദൈവത്തിനാൽ സംരക്ഷിക്കപ്പെടും. ഗുഡ് ഡീഡ്, സൽക്കർമ്മം, ദാറ്റ് ലീഡ്സ് ടു ഗോഡ്. ദാറ്റ് മീൻസ് ഹിയർ വി ക്യാൻ സേ ഗോഡ് ഈസ് ട്രൂത്ത് ആൻഡ് God is love. And the truth and the love that
resembles in one word, that is God. And here Peter Gilligan is the representative of that God. ആ സർവശക്തനായ ദൈവത്തിൻ്റെ പ്രതീകമാണ് ഈ നല്ലവനായ പുരോഹിതൻ. ദാറ്റ് ഈസ് W.H. poem The Ballad of Father Gilligan. ഫാദർ ഗില്ലിഗനെ കുറിച്ചുള്ള വീരഗാഥ. ഓക്കെ, താങ്ക് യു ഫോർ ഹിയറിംഗ് ദിസ് ലെസൺ.